ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള റാഗി ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ റാഗി ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബോൾ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് റാഗിപ്പൊടിയാണ്. 1 കപ്പ് നിറയെ ഞാനിപ്പോൾ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. കൂടെ നമ്മുടെ ഈ മാവിനും ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഉപ്പെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മുടെ ഈ മാവൊന്ന് കുഴച്ചെടുക്കാനും ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ സാധാരണ പുട്ടുപൊടി എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിക്ക് ഒരു അല്പമായിട്ട് വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ റവ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോഴല്ല, റാഗിപ്പൊടിക്ക് കുറച്ചധികം വേവ് കൂടുതലായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി കുഴഞ്ഞിരിക്കും. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ റാഗിമാവ് നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതായത് അത്യാവശ്യം വലിയ വലിയ കട്ടകളൊക്കെ ഇല്ലേ, അതായത് നമ്മുടെ ഈ പുട്ടിൻ്റെ പൊടി നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ തീരെ തരിതരിയായിട്ടല്ല, കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഇതുപോലെ അത്യാവശ്യം വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റാഗി മാവ് ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ആ ചെമ്പിൽ ഇപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ റാഗിപ്പൊടി നിറച്ച് തട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വാഴയില പുറത്തിട്ടിട്ടാണ് അതിന് മുകളിലാണ് വെച്ചിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്ലേറ്റിന് മുകളിൽ വെച്ചിരുന്നാലും മതിയാവും. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ആവിയിൽ വേകട്ടെ. അതിൽ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ റാഗി ഇങ്ങനെ ഒന്ന് ആവിയിൽ വേകാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇപ്പോൾ റാഗി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്ര തന്നെ മതിയാവും നമുക്ക്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നിലക്കടല എടുത്തിട്ടുണ്ട്. പച്ച നിലക്കടലയോ വറുത്ത നിലക്കടലയോ എടുക്കാവുന്നതാണ്. നിലക്കടലയ്ക്ക് പകരം നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ട് ലൈറ്റായിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. പച്ച നിലക്കടലയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഒരല്പ സമയം വേണം, 1-2 മിനിറ്റ് എടുക്കും. അതല്ല നമ്മൾ വറുത്ത നിലക്കടലയാണ് ചേർക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ലൈറ്റായിട്ട് ഒന്ന് വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 3 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടേ കുറയ്ക്കേ ചെയ്യാവുന്നതാണ്. കൂടെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 7-8 ചെറിയുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടി. ചെറിയുള്ളിയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള ചേർക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും നമ്മുടെ ഉപ്പുമാവിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ചേർക്കാം കേട്ടോ, ഒരു പകുതി സവാള ചേർക്കാം. നമ്മുടെ ഈ ചെറിയുള്ളിയെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ഇതിനോടൊപ്പം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ചെറിയൊരു ക്യാരറ്റാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്യാരറ്റിൻ്റെ പകരം നമുക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഗ്രീൻ പീസോ അതല്ല എന്നുണ്ടെങ്കിൽ ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബീൻസോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ക്യാരറ്റും ചേർത്ത് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഒരു 1/2 കപ്പ് നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഒരല്പം കറിവേപ്പില. അപ്പോൾ നമ്മുടെ ഈ കറിവേപ്പിലയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഉപ്പെല്ലാം നമ്മുടെ ഈ മസാലയിലേക്ക് പിടിക്കുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നാൽ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന റാഗിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ലൈറ്റായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. റാഗിയിൽ നമ്മൾ കുറച്ചധികം വെള്ളം ചേർത്തിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ അത്യാവശ്യം ചെറിയ ചെറിയ വലിയ വലിയ കട്ടകളുണ്ടാവും, അതൊന്ന് മാറാനാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റാഗി മാവ് കുറച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ റാഗിപ്പൊടിക്ക് ചെറിയൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇതുപോലെ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കുഴച്ചെടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുത്തപ്പോഴാണ് കേട്ടോ ആ കറക്റ്റ് ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റാഗി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് നമുക്ക് ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവ് ഓയിലാണെന്നുണ്ടെങ്കിൽ അത് ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ഇതുപോലൊരു റാഗി ഉപ്പുമാവ് നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.